എനിക്കുണ്ടല്ലോ എന്ത് വേദനയാണെങ്കിലും എത്ര വേദനയാണെങ്കിലും സഹിക്കാൻ പറ്റും. പക്ഷെ ഈ കൊതി ഉണ്ടല്ലോ അത് മാത്രം സഹിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എനിക്ക് എന്തെങ്കിലും വിഷമോ സങ്കടമോ ആരോടെങ്കിലും ഒക്കെ ദേഷ്യം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഞാൻ കഴിക്കുന്ന ഫുഡിന് ഒരു കയ്യും കണക്കുണ്ടാവില്ല. ഇങ്ങനെ നല്ലോണം ആസ്വദിച്ച് വയറ് നിറയെ ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ ഉള്ള വിഷമങ്ങളൊക്കെ ഇതിലൂടെയാ പോകുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിൽ കയറിക്കൂടിയ ഒരു കൊതിയായിരുന്നു കേട്ടോ. ഇത് വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം നമ്മളൊരു പൊരേക്കൂടലിന് പോയിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവിടുന്ന് നമ്മളൊരു പ്രഥമം കുടിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ എവിടെയെങ്കിലും പരിപാടിക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു 2-3 ഗ്ലാസ്സെങ്കിലും പായസം കുടിക്കണം, എന്നാലും അത് കുടിച്ചതുപോലെ തോന്നുള്ളൂ. ആ പായസത്തിനാണെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റും. ആ മനോവേഷമാണ് ഇപ്പൊ ഈ പായസം ഉണ്ടാക്കി കഴിക്കാനുള്ള കാരണം. പിന്നെ ഇരുന്നിരുന്നതാ ഇപ്പോഴാണ് ഉണ്ടാക്കാൻ സമയം കിട്ടിയത്. പായസത്തിൽ എന്താ പഴം ലോഡ് കയറ്റി കൊണ്ടുപോകുന്ന വണ്ടി മറിഞ്ഞോന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. അതായത് പപ്പടം ഉണ്ട്, ചെറുപഴമില്ല. അപ്പൊ ഞാൻ ഉണ്ടായിരുന്ന ഒരു നേന്ത്രം പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പപ്പടവും പഴവും പായസമൊക്കെ കുഴച്ച് കഴിക്കാൻ. എനിക്ക് പിന്നെ ഇന്ന സാധനം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിക്കുമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. വീട്ടിൽ എന്താണുള്ളത് അത് വെച്ച് ഉണ്ടാക്കുക കഴിക്കും. ഇവിടെ ആണെങ്കിൽ ഇപ്പൊ 2 വർഷത്തേക്ക് പായസം വെക്കാനുള്ള പരിപ്പ് സ്റ്റോക്കുമാണ്. എപ്പോ പായസം കഴിക്കാൻ കൊതിയാവുന്ന അപ്പൊ ഉണ്ടാക്കാം. അമ്മ എന്താന്ന് വെച്ചാൽ പരിപ്പ് തീർന്നപ്പോ ചേട്ടനോട് സപ്ലൈക്ക് ഒന്ന് പരിപ്പ് വാങ്ങിട്ട് വരാൻ പറഞ്ഞപ്പോ ചേട്ടൻ കൊണ്ടുവന്നത് 1 കിലോ ചെറുപയർ പരിപ്പ്. അതുകൊണ്ട് ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ സാമ്പാറിലും പച്ചക്കറിയിലും പരിപ്പ് കറിയിലും ഒക്കെ ഈ പരിപ്പ് തന്നെ. പായസം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ടാറ്റാ.